പലപ്പോഴും ജീവിതത്തിൽ പരാജയങ്ങളും തകർച്ചകളും മാത്രം നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ പ്രയത്നങ്ങളെല്ലാം പാഴായി പോയെന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചു പോയേക്കാം. എന്നാൽ വിതക്കാരൻ വിതച്ച വിത്തുകളിൽ ചിലത് വഴിയരികിലും പാറപ്പുറത്തും മുള്ളുകൾക്കിടയിലും വീണ് നശിച്ചെങ്കിലും നല്ല നിലത്ത് വീണവ നൂറുമേനിയായി ഫലം പുറപ്പെടുവിച്ചതുപോലെ നിങ്ങളുടെ ഇന്നത്തെ കണ്ണീരും നഷ്ടങ്ങളും നാളത്തെ വലിയൊരു വിജയത്തിനായുള്ള ദൈവത്തിന്റെ ഒരുക്കമാണ്. ഇന്നത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗത്ത് യേശുനാഥൻ വിതക്കാരന്റെ ഉപമയിലൂടെ ദൈവവചനം മനുഷ്യഹൃദയങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കി തരുന്നു. നമ്മുടെ ഹൃദയമാകുന്ന നിലം വചനമാകുന്ന വിത്തിനെ സ്വീകരിക്കാൻ പാകപ്പെട്ടതാണോ എന്ന് സ്വയം പരിശോധിക്കാൻ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും ഭൗതിക സാഹചര്യങ്ങളും ജീവിത കഥകളും വചനത്തെ നമ്മുടെ ഉള്ളിൽ വളരാൻ അനുവദിക്കാതെ നശിപ്പിച്ചു കളയാറുണ്ട്. എന്നാൽ ദൈവവചനം ശ്രദ്ധയോടെ കേട്ട് അത് ഗ്രഹിക്കുന്നവരുടെ ഹൃദയം നല്ല നിലമായി മാറുകയും ജീവിതത്തിൽ വലിയ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. ജീവിതത്തിലെ പ്രതിസന്ധികളിലും മുള്ളുകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലും തളരാതെ ദൈവവചനത്തിൽ ആഴത്തിൽ വേരൂന്നി ജീവിക്കാൻ നാം ഓരോരുത്തരും, നിങ്ങളും ഞാനും ഇത്തരണത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. വചനം കേൾക്കുക മാത്രമല്ല, അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹീതമായി മാറുന്നത്. പരാജയങ്ങളിൽ നിന്ന് പ്രത്യാശയോടെ എഴുന്നേൽക്കാനും ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കാനും ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് വലിയ കരുത്ത് നൽകുന്നു. നമ്മുടെ ഹൃദയങ്ങളെ നല്ല നിലമാക്കി മാറ്റാൻ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുകയോ നിങ്ങളെ ആശ്വസിപ്പിക്കുകയോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശയുടെ ഒരു നേരിയ കിരണം നൽകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ദൈവവചനത്തിന്റെ ലക്ഷ്യവും. ഈ ശുശ്രൂഷയെ പിന്തുണയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കർത്താവിന്റെ സ്നേഹം പങ്കുവയ്ക്കാൻ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാമല്ലോ. നാളെ നിങ്ങളുടെ സ്ക്രീനിൽ ഈ സുവിശേഷ സന്ദേശം ലഭിക്കുന്നതിനായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. God bless you.